പാവപ്പെട്ടവർക്ക് ഏറെ ആശ്രയമാണ് ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ മാസം തോറും അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ അത് നേരിട്ട് വീട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇത്രയും കാലം. കാരണം പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. നേരിട്ട് ബാങ്കിൽ പോയി വാങ്ങാൻ പറ്റാത്തവർ, അല്ല അക്കൗണ്ടിലേക്ക് വരുന്ന രീതി ബാങ്കിൽ പോയി വീണ്ടും എടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നേരിട്ട് കൈകളിൽ എത്തിക്കുന്ന ഒരു രീതി ഇത്രയും കാലം ഉണ്ടായിരുന്നു. അപ്പോൾ സഹകരണ ബാങ്കുകൾ വഴി, അതായത് സഹകരണ ബാങ്കുകൾ വഴി വന്നിട്ട് അവിടുന്ന് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള രീതിയാണ് ഇത്രയും കാലം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവത്തിന് മാറ്റിക്കൊണ്ട് പുതിയതായിട്ട് ഇപ്പോൾ UDF സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു, ഈ പെൻഷൻ ഇനി ഡയറക്റ്റ് വീട്ടിലെത്തിക്കുന്ന പരിപാടി വേണ്ട. പിന്നെ ബാങ്കുകൾ, അതായത് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകളിലേക്ക് പിന്നെ ഈ പെൻഷൻ തുക ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത്. പക്ഷെ പിന്നെ അതിൽ തന്നെ ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നുണ്ട്, ഈ കിടപ്പ് രോഗികൾക്കും പിന്നെ ഇങ്ങനെ പോയി വാങ്ങിക്കാൻ സാധിക്കാത്ത അങ്ങനെയുള്ള ആൾക്ക് മാത്രം നേരിട്ട് എത്തിക്കും എന്നുള്ളത്. അതിന് പല കാരണങ്ങളും സർക്കാർ പറയുന്നുണ്ട്. എങ്കിലും ഇത് പൂർണ്ണമായും ഇങ്ങനെ ഇത് ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നം വരും ഇനി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു തീരുമാനമല്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത് ഇതിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുന്നു. പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പെൻഷൻ വിതരണം നിർത്താനുള്ള ഒരു പരിപാടിയാണെന്നുള്ളത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് UDF പോകുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഒരിക്കലും പെൻഷൻ നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് UDF ഒരിക്കലും എത്തില്ല. കാര്യം അങ്ങനെ എത്തുകയാണെങ്കിൽ അത് ആ സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരിക്കും. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പോലും ക്ഷേമ പെൻഷൻ അടക്കം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ കയറിയ സർക്കാരാണ്. അപ്പോൾ ഒറ്റയടിക്ക് അവർക്കൊരു പെൻഷൻ നിർത്താൻ, അല്ലെങ്കിൽ അത്ര മണ്ടന്മാരാണ് UDF സർക്കാരിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അത്ര മണ്ടന്മാരാണ് UDF-കാരെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണമാണ്. എന്ത് കാര്യം മുന്നോട്ട് വെക്കുമ്പോഴും ഒരു പ്രത്യാരോപണങ്ങൾ ഉണ്ടാകും. ആ പെൻഷൻ നിർത്തുന്നു എന്ന് പറയുന്നതിന് അങ്ങനെ മാത്രമേ കാണാനാകൂ. പെൻഷൻ ഒരിക്കലും നിർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ മറുവശത്ത് സർക്കാർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പല കാര്യങ്ങളും ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ പെൻഷൻ സഹകരണ ബാങ്കുകൾ വഴി നൽകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് അത് ഗുണമാണ്, അല്ലെങ്കിൽ ആ പെൻഷൻ കിട്ടുന്ന ആൾക്ക് അത് സൗകര്യമാണ്. ഇരിക്കുന്നിടത്ത് അല്ലെങ്കിൽ താമസിക്കുന്ന വീട്ടിലേക്ക് പെൻഷൻ എത്തുക എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണെങ്കിൽ അവിടെ സർക്കാരിന് നഷ്ടമുണ്ടാകുന്നു എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പക്ഷെ അവിടുത്തെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ സർക്കാർ എടുത്ത നിലപാട് ശരിയെന്ന് പറയേണ്ടി വരും. കാര്യം സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ നൽകുമ്പോൾ ആധാറുമായി ലിങ്ക് ചെയ്യപ്പെടാത്ത സാഹചര്യങ്ങളുണ്ട്. ഒരാൾ തന്നെ ഒന്നിലധികം പെൻഷൻ വാങ്ങുന്നുണ്ട്, ആളില്ലെങ്കിലും പറ്റിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലത്ത് പോകുമ്പോൾ പെൻഷൻ കൈപ്പറ്റാതിരുന്നാൽ അത് റീഫണ്ട് ചെയ്യാതിരിക്കുന്നുണ്ട്. പിന്നെ ഈ സഹകരണ ബാങ്കുകൾ അതിന്റെ ഡേറ്റ നൽകാതിരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളാണ് സർക്കാർ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആ പണം ഇപ്പോൾ ഇതിലിപ്പോ പ്രധാനമായിട്ടുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ പെൻഷൻ വിതരണം ചെയ്തതിന് മിച്ചം വരുന്ന, അതായത് ആളുകൾ വാങ്ങിക്കാത്ത വരുന്ന തുക തിരിച്ച് സർക്കാരിലേക്ക് അടക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. അതിന് ഇത്ര ഒരു ദിവസം നിശ്ചിത കാലയളവ് പറഞ്ഞിട്ടുണ്ട്. അതായത് 10 ദിവസം കണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ 10 ദിവസത്തിനുള്ളിൽ ഇത് തിരിച്ച് അടയ്ക്കണം എന്നുള്ളത് സഹകരണ ബാങ്കുകൾ പാലിക്കുന്നില്ല. ഒന്നാമത്തെ പ്രശ്നമാണ് പറയുന്നത്. അത് ശരിക്കും ചെയ്യേണ്ട, അത് സഹകരണ ബാങ്കുകളുടെ ഭാഗത്താണ് തെറ്റെന്ന് തോന്നുന്നു. അപ്പൊ അത് കൂടാതെ ഇത് എന്തൊക്കെ പിന്നെ ഇതിനകത്ത് ഡാറ്റ എൻട്രി കറക്റ്റ് ആയിട്ട് ചെയ്യണം, എത്ര പേർക്ക് വിതരണം ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫുൾ ഡാറ്റ എൻട്രി ചെയ്യണം. അത് പക്ഷേ അതൊന്നും ഇവർ ചെയ്യുന്നില്ല. അതൊരു ശരിക്കും പറഞ്ഞ ഇത് മാത്രമല്ല, ഇതിലൊരു തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കൂടിയാണ് ഉള്ളത്. ഇങ്ങനെ ചെയ്യണം എന്നുള്ള നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ കേന്ദ്രത്തിന്റെ നിർദ്ദേശം പാലിക്കാതിരുന്നാൽ കേന്ദ്ര ഫണ്ട് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് സർക്കാർ പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ സാമ്പത്തിക വശം പറയുമ്പോൾ സർക്കാർ പറയുന്ന കാര്യങ്ങൾ ന്യായമാണ്. ഈ പറയുന്നത് പോലെ ഒരാളുടെ പെൻഷൻ ആൾ കൈപ്പറ്റിയില്ലെങ്കിൽ 10 ദിവസത്തിനകം തിരികെ അടയ്ക്കാതിരിക്കുക, അല്ലെങ്കിൽ തിരികെ നൽകാതിരിക്കുക, ഡേറ്റ കൃത്യമായി കൊടുക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ തിരിമറി നടന്നാലും അതൊരിക്കലും സർക്കാർ അറിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ഈ മകളുടെ വീട്ടിലേക്ക് അങ്ങനെ താമസം മാറിയെന്നിരിക്കട്ടെ ഉദാഹരണത്തിന്. അപ്പോൾ അവിടെ അത് കുറച്ച് ദൂരത്താണെങ്കിൽ അവിടെ പെൻഷൻ കൊണ്ടു ചെല്ലുമ്പോൾ ആളില്ല, അത് തിരികെ സർക്കാരിലേക്ക് എത്തുന്നില്ല. അപ്പോൾ സർക്കാരിന്റെ കണക്കിൽ വരുന്നത് ഈ ആൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ യഥാർത്ഥത്തിൽ അയാൾക്ക് പെൻഷൻ കിട്ടുന്നില്ല. അത്തരം പല സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കണക്കിലെടുക്കുകയാണ് എങ്കിൽ സർക്കാരിന്റെ സാമ്പത്തികമായി നോക്കുമ്പോൾ സർക്കാരിന്റെ നിലപാട് ശരിയാണെന്നൊരു അഭിപ്രായം പറയുമ്പോൾ, മറുവശത്ത് നമ്മൾ ഈ പറയുന്ന പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് ചിന്തിക്കണം. ഇത്രയും നാൾ വീട്ടിൽ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ കൃത്യസമയത്തോ അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ പോലും വീട്ടിൽ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ ഇനി ബാങ്കുകളിൽ പോയി വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നെഗറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ സാമ്പത്തിക വശം, പ്രായമായ ആളുകൾക്കാണ് പെൻഷൻ കിട്ടുന്നത്, അവരാരും തന്നെ ഇതിന്റെ സാമ്പത്തിക വശം അത്രത്തോളം ചിന്തിക്കാനൊന്നും പോകുന്നില്ല. അവരിപ്പോ പറയാൻ പോകുന്നത് ഞങ്ങൾ ഇനി അവിടെ പോയി ബാങ്കിന്റെ മുന്നിൽ ക്യൂ നിന്ന് ഞങ്ങൾക്ക് സാധാരണക്കാരായ അല്ലെങ്കിൽ വയസ്സായ ആളുകൾ പറഞ്ഞ് എഴുതാനാകില്ല അല്ലെങ്കിൽ എഴുതാൻ അറിയില്ല എന്നാണ്. ഇപ്പൊ ATM കാർഡൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ മക്കളെ വിട്ടെടുപ്പിക്കാൻ പറ്റുന്ന ഒരു രീതി. ഇപ്പോ UPI പേയ്മെന്റ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ഫോണുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും ഓൾറെഡി. അപ്പൊ ആ
ബാങ്കിലേക്ക് വരുന്ന തുകയൊക്കെ മൊബൈലിൽ അറിയാമെന്ന ഒരു സാഹചര്യമൊക്കെ ആ സിസ്റ്റം ഒക്കെ ആയി കഴിഞ്ഞൂടെ. അത്തരം ഇത് സിസ്റ്റം മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന പല ഇങ്ങനത്തെ പെൻഷനുകളോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ ഒക്കെ വരുന്നത് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അത് ഇപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് നേരിട്ട് എത്തിക്കുന്ന ഒരു രീതി ആയിരുന്നു എന്നുള്ളത് കൊണ്ട് അതൊരു എളുപ്പമായിരുന്നു, നേരിട്ട് കൈ കിട്ടുക എന്നുള്ളത്. പക്ഷെ അത് മാറുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. സ്വാഭാവികമാണ്. കാര്യം പ്രായമായ ആളുകളാണല്ലോ കൂടുതലും പെൻഷൻ. കിടപ്പ് രോഗികളും ഒരു കാരണവശാലും എത്താൻ കഴിയാത്ത ആളുകളെ മാത്രമാണ് ഇനി സർക്കാർ പരിഗണിക്കുക. അല്ലെങ്കിൽ വീട്ടിലേക്ക് പണം എത്തുന്ന രീതിയിലേക്ക് മാറുമ്പോൾ ഇതിന്റെ അകത്ത് കിടപ്പ് രോഗികളല്ലാത്ത, എന്നാൽ ഇത്രയും നാൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്നത്, ഇനി നമ്മൾ പോകണമെന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് സ്വാഭാവികമായും സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം എന്ന് വെച്ചാൽ അത് സർക്കാരിനെ കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക് പോയില്ലെങ്കിൽ പോലും പല ആളുകൾ അല്ലെങ്കിൽ വയസ്സരായ ആളുകളൊക്കെ സർക്കാരിനെ പഴിക്കാൻ തുടങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ സർക്കാർ ഈ മുന്നോട്ട് വയ്ക്കുന്ന കേന്ദ്രത്തിന്റെ ഫണ്ട് എന്ന് പറയുന്നതോ, നിങ്ങൾ പണം കൈപ്പറ്റിയില്ലെങ്കിൽ അത് തിരിച്ച് സർക്കാരിന് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഒന്നും അവർ അംഗീകരിക്കില്ല. കാര്യം അവർ ഇത്രയും നാൾ വീട്ടിലിരിക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ വീട്ടിലേക്ക് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം അതൊരിക്കലും അവർ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിന്റെ അകത്ത് മറുവശത്ത് ഒരു രാഷ്ട്രീയ വശം എന്ന് പറയുന്നത്, പ്രതിപക്ഷത്തിരുന്ന പാർട്ടി അധികാരത്തിലേക്ക് എത്തുമ്പോൾ അവരൊരിക്കലും പെൻഷൻ നിർത്തുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കഴിഞ്ഞ 10 വർഷം ഭരിച്ചത് പിണറായി വിജയൻ സർക്കാരാണ്. സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത് അവർക്കൊരു ബോർഡ് ഉണ്ടായിരിക്കും. കൂടുതൽ സഹകരണ ബാങ്കുകളും ഇപ്പോൾ ഉള്ളത് ഭരണസമിതി എന്ന് പറയുന്നത് CPM-ന്റെ LDF-ന്റെ കയ്യിലാണ്. ഇതിനു മുൻപ് കോൺഗ്രസിന്റെ കയ്യിലിരുന്ന പല ബാങ്കുകളും ഇവർ കമ്മിറ്റി വെച്ച് പിരിച്ചുവിടുകയും ഇവരുടേതായ ഒരു ലേബൽ കമ്മിറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ ഇവരുടെ താൽക്കാലിക കമ്മിറ്റി ഉണ്ടാകുകയും പിന്നെ ആ കമ്മിറ്റി സ്ഥിരപ്പെടുത്തുന്നതൊക്കെ പല ബാങ്കുകളിലും നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കരുവന്നൂർ അടക്കമുള്ള ബാങ്കുകളിലെ തട്ടിപ്പുകളും നടന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടി മുൻനിർത്തി ഇതിന്റെ അകത്ത് യഥാർത്ഥ രാഷ്ട്രീയ വശം എന്ന് പറയുന്നത് കൂടുതൽ സഹകരണ ബാങ്കുകളും ഉള്ളത് CPM-ന്റെ LDF-ന്റെയും കയ്യിലാണ്. അല്ലെങ്കിൽ അതിന്റെ ചുമതലക്കാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ കമ്മിറ്റിയോ ബോർഡോ ഒക്കെ ഉള്ളത് കൂടുതലും CPM-ന്റെ LDF-ന്റെയും കയ്യിലാണ്. UDF അധികാരത്തിലിരിക്കുമ്പോൾ അത്തരം ഒരു സേവനം സഹകരണ ബാങ്കുകൾക്ക് നൽകണ്ട എന്ന ഒരു ഉദ്ദേശം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. ഇതിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് ഇപ്പൊ എതിർപക്ഷം, അതായത് LDF വരാൻ പോകുന്നത് എങ്ങനെയാണ് പ്രചരിപ്പിക്കുക എന്നുള്ളത് വേറെ രീതിയിലായിരിക്കും പറ്റുക. കാരണം ഇലക്ഷൻ സമയത്തെ പറയുന്ന ഒരു കാര്യമുണ്ട്, കൃത്യമായ പെൻഷൻ വിതരണം ചെയ്തത് പിണറായി സർക്കാരാണ്, അല്ല UDF സർക്കാരും അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഒന്നും കൃത്യമായിട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കൂട്ടിയിട്ടില്ല, ഇത്രയും തുക കൂട്ടിയത് പിണറായി വിജയന്റെ കാലത്താണ്, അങ്ങനെ ഒക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അത് മാത്രമല്ല, ഇനി കൃത്യമായിട്ട് കിട്ടാൻ പോവില്ല എന്നുള്ളൊരു പ്രചരണവും തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് വരാൻ പോകുന്നത്. അത് നമ്മൾ അന്നേ പറഞ്ഞില്ലേ, ഇവരെ ജയിപ്പിച്ചത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചില്ലേ എന്നുള്ളൊരു പ്രചരണമാവാനാണ് ഇനി വരാൻ പോകാൻ സാധ്യത. കാരണം ഇതിപ്പോ ജനങ്ങൾ സാധാരണക്കിടയിലേക്ക് അങ്ങനെ ഒരു ഇത് എത്തിക്കുമ്പോൾ, അങ്ങനെ ഒരു കാര്യമാണ് പ്രചരിപ്പിച്ചു തുടങ്ങുമ്പോൾ അവരത് ചിലപ്പോൾ വിശ്വസിച്ചു വരും. ഇങ്ങനെ UDF വന്നതോടുകൂടി നമുക്ക് ഇനിയിപ്പോ ഈ ഒരിക്കലും പെൻഷൻ തുക മുടങ്ങില്ല, അല്ലെങ്കിൽ പെൻഷൻ തുക എങ്ങനെയാണോ ഇത്രയും നാൾ കൊടുത്തുകൊണ്ടിരുന്നത് അതുപോലെ അല്ലെങ്കിൽ കൃത്യമായി കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അപ്പോഴുമുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഈ പ്രായമായ ആളുകളെ വിളിച്ചിരുത്തി നിങ്ങൾ എന്താണ് സാമ്പത്തികമായിട്ട് കേരളം ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്, നിങ്ങൾ പണം കൈപ്പറ്റിയില്ലെങ്കിൽ അത് തിരികെ ഞങ്ങളിലേക്ക് എത്തണം, അതുകൊണ്ടാണ് ഇത്തരം നിലപാടെടുത്തത് എന്ന് പറഞ്ഞാൽ പ്രായമായിട്ടുള്ളവർ അത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ കിടപ്പ് രോഗികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും ബാങ്കിലേക്ക് വന്ന് പണം എടുക്കാൻ കഴിയില്ല. പിന്നെ വീട്ടിന്റെ അകത്തു നിന്ന് പുറത്തിറങ്ങാത്ത ആളുകൾ, അവർക്കും പോയി വാങ്ങാനോ അല്ലെങ്കിൽ പോയി കളക്ട് ചെയ്യാനോ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ബാക്കി ആളുകൾ ഇത്രയും നാൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ കിട്ടാതെ ആകുമ്പോഴുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല സഹകരണ ബാങ്കുകളിലേക്കും പെൻഷൻ നൽകാൻ വേണ്ടി മാത്രമായിട്ട് ഒരു സ്റ്റാഫിനെ, 1-2 സ്റ്റാഫിനെ എടുത്തിട്ടുണ്ട്. അവരുടെ ജോലി കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോ CPM ഭരിക്കുന്ന ബാങ്കുകളിലാണെങ്കിൽ സഖാക്കളായിരിക്കും ആ പോസ്റ്റുള്ളത്, കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിന് അനുഭാവികളായിരിക്കും. അവർക്ക് ആ ജോലി കൂടി നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാര്യം ഇനിയിപ്പോ ഒരു പഞ്ചായത്ത് എടുത്താൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കിടപ്പ് രോഗികളുടെ എണ്ണം കുറവായിരിക്കും. അപ്പൊ കിടപ്പ് രോഗികളിലേക്ക് പെൻഷൻ എത്തിക്കാൻ വേണ്ടി ഒരാൾ വേണോ വേണ്ടയോ എന്ന് സഹകരണ ബാങ്കുകൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി കാര്യങ്ങൾ കടന്നു പോകും. എന്തായാലും സർക്കാരിന്റെ ഉദ്ദേശം നല്ലതാണെങ്കിലും ജനങ്ങൾ അത് അതേ രീതിയിൽ ഏറ്റെടുക്കുമോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ബാങ്കുകളിലേക്ക് മാറ്റാൻ, ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാമെന്നുള്ള തീരുമാനത്തിൽ എത്തിയത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് സർക്കാർ ഈ ഒരു തീരുമാനത്തിൽ എത്താൻ കാരണം, അതായത് വിതരണം ചെയ്യാതെ ശേഷിക്കുന്ന പെൻഷൻ തുകകൾ സമയബന്ധിതമായി സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കുന്നതിനുള്ള കാലതാമസം, അതായത് ഈ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ ചെയ്യുന്നില്ല. പിന്നെയുള്ളത്, സേവന പോർട്ടലിൽ ആവശ്യമായ രേഖപ്പെടുത്തലുകൾ യഥാസമയം നടക്കുന്നില്ല. കാരണം ഇതൊന്നും കണക്കുകളൊന്നും കറക്റ്റ് ആവില്ല. അതാണ് ഇതിന്റെ ഒരു മെയിൻ കാര്യം. അതായത് ആധാർ അധിഷ്ഠിതമായ പെൻഷൻ വിതരണം പൂർണ്ണമായി നടപ്പിലാക്കാത്തതിനാൽ അർഹതയില്ലാത്തവർക്കും ഒരേ
വ്യക്തിക്ക് ഒന്നിലധികം തവണ പെൻഷൻ വിതരണം ഒരാൾക്ക് ഒരു പെൻഷൻ എന്നാണല്ലോ നമ്മൾ പറയാറ്, അല്ലെങ്കിൽ എല്ലാ സർക്കാരിന്റെ സമയത്തും പറയാറുണ്ട് ഒരാൾക്ക് ഒരു പെൻഷൻ എന്നാണ്. അത് പെൻഷൻ വീട് അതും ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതുകൂടാതെ പെൻഷൻ വീടുകളിൽ എത്തി വിതരണം ചെയ്യുന്നതിനായി സഹകരണ സംഘങ്ങൾക്ക് ഇൻസെന്റീവ് ഇനത്തിൽ വരുന്ന ഒരു ചെലവ്, അതുവഴി ഒരു എക്സ്ട്രാ ചെലവ് അതിൽ വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ ഡയറക്റ്റ് ബാങ്കിലേക്ക് ആക്കുമ്പോൾ കുറയുമല്ലോ. അതിപ്പോ സ്വാഭാവികമായിട്ടും സഹകരണ ബാങ്കുകളിലേക്ക് നൽകുമ്പോൾ അവിടെ ഒരു ജീവനക്കാരൻ ശമ്പളം കൊടുക്കണമല്ലോ, ഇത് ചെയ്യുന്നതിനുള്ള സേവനത്തിനുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെയുള്ളത് വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്യുന്ന രീതി തുടരുന്നതിലൂടെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംബന്ധിച്ച കേന്ദ്ര മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാത്തതിനാൽ കേന്ദ്ര സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ സർക്കാരിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു കാരണം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ കിടപ്പ് രോഗികൾക്കും ഒഴിവാക്കാൻ സാധിക്കാത്ത ഗുണഭോക്താക്കൾക്കും ഒഴിച്ച് ബാക്കി എല്ലാ ഗുണഭോക്താക്കൾക്കും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം വഴിയുള്ള പെൻഷൻ വിതരണം നിർബന്ധമാക്കണമെന്ന് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് നൽകിയ കത്ത് പരിഗണിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ മുന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിനു മുൻപ് സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ നൽകണം എന്ന തീരുമാനത്തിൽ എത്തുമ്പോൾ ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു. കിടപ്പ് രോഗികൾക്കും അത്രത്തോളം വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത വൃദ്ധരായിട്ടുള്ള ആളുകൾക്കും മാത്രം സഹകരണ ബാങ്കുകൾ വഴി കൊടുക്കണം എന്നുള്ള രീതി പിന്തുടരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരില്ലായിരുന്നു. ഇപ്പൊ പക്ഷെ സ്വാഭാവികമായും സർക്കാരിനെതിരെ ഒരു സംസാരം ഉണ്ടാകും. ചിലപ്പോൾ പൂർണ്ണമായി പറയാനാകില്ല, ചിലപ്പോൾ വൃദ്ധരായ അല്ലെങ്കിൽ ആളുകൾ സമരമോ, നമുക്കറിയാം പെൻഷൻ കിട്ടാതിരുന്നപ്പോൾ ചട്ടിയുമായി തെരുവിൽ ഇറങ്ങിയ ആളുകളുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പൊ സർക്കാരിനെതിരെ ഒരു വിഭാഗം ചേരിതിരിയാനുള്ള, ഞാൻ പറഞ്ഞ നിഷ്പക്ഷരായ ആളുകൾ, വയസ്സായ ആളുകൾ സർക്കാരിനെതിരെ സംസാരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇനി സർക്കാരിന് ഇതിൽ നിന്ന് പിന്മാറേണ്ടി വരുമോ? കാര്യം UDF സർക്കാർ അങ്ങനെ പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടുത്ത നിലപാടുകളിലൊന്നും അവർ പെട്ടെന്നൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യം വരുമോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇതിലൊക്കെ ഇനി ഉണ്ടാവാൻ പോകുന്നത് ഇതാണ്, പ്രതിപക്ഷത്തിന്റെ ഒരു ശക്തമായ സമരം, അല്ലെങ്കിൽ ഇതിനെതിരെ ഗവൺമെന്റ് VD സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധം തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത്. കാരണം ഇനി സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണങ്ങൾ നിരവധി നടക്കാൻ സാധ്യത. അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷമായതുകൊണ്ട് തന്നെ സമരം ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇവർ ആദ്യം മുതൽ പറയുന്ന തെരഞ്ഞെടുപ്പ് സമയത്തെ പറയുന്നത് പെൻഷൻ മുടങ്ങും, കൃത്യമായി പെൻഷൻ UDF സർക്കാർ തരില്ല എന്ന് പറയുന്നത് സത്യമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം, ഇതിനപ്പുറത്തേക്ക് തെറ്റായ ധാരണകൾ പരത്താൻ ശ്രമിക്കും. അത് സ്വാഭാവികമാണ്. അത് എന്തായാലും ഇവർ ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇനി ഒരിക്കലും പെൻഷൻ ഉണ്ടാകില്ല, അല്ലെങ്കിൽ പെൻഷൻ നിർത്തുന്നതിന് മുന്നോടിയായിട്ടാണ് എന്നുള്ള തെറ്റായ സന്ദേശം നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ പിണറായി വിജയൻ ഇതിനെതിരായിട്ടൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ജനകീയ പെൻഷൻ വിതരണ സംവിധാനം ഇല്ലാതാക്കി വയോജനങ്ങളെയും ഭിന്നശേഷിക്കാരെയും ബുദ്ധിമുട്ടിക്കുന്നത് കടുത്ത അനീതിയാണ്. പുതിയ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്നും ആവശ്യമുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും സഹകരണ സംഘങ്ങൾ വഴി തന്നെ പ്രധാനമായി സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ സഹകരണ സംഘങ്ങളും CPM-ന്റെ അധീനതയിലായതുകൊണ്ട്, അല്ലെങ്കിൽ LDF-ന്റെ അധീനതയിലായതുകൊണ്ട് തന്നെ ഇതൊരു തിരിച്ചടി കൂടിയാണ് LDF-ന്.